കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തൃശൂർ വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി ഗോഡ്സെയെ വീരപുരുഷനായി ചിത്രീകരിച്ചുകൊണ്ട് പഠിപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഒഴിവാക്കിയ ചരിത്ര പാഠങ്ങൾ ഉൾപ്പെടെ കേരളം ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. അവിശ്വസനീയമായ വിധത്തിലാണ് സർക്കാർ സ്കൂളുകളിൽ സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 7 വർഷത്തിനുള്ളിൽ 3000 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു കഴിഞ്ഞു. സർക്കാർ സ്കൂളുകളോടൊപ്പം എത്താൻ സ്വകാര്യ സ്കൂളുകൾ മത്സരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി മതം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, ഗുജറാത്ത് കലാം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, നാഥാറാം ഗോഡ്സെയുടെ പേര് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ശാസ്ത്രത്തിൻ്റെ പല ശാസ്ത്ര സത്യങ്ങൾ കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ വ്യവസായ വിപ്ലവം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. വേൾഡ് ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. മുഗൾ രാജവംശക്കാർ ഇന്ത്യയിൽ ഭരണം നടത്തിയ കാര്യം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ്. കുട്ടികൾ പഠിച്ചു വരേണ്ടതാണ്. കുട്ടികൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നുള്ള കാര്യം നമ്മളെല്ലാം പഠിച്ചത് പുസ്തകത്തിൽ നിന്നാണല്ലോ. അത് വരും തലമുറ പഠിക്കാൻ പാടില്ല. നാഥുറാം ഗോഡ്സെ പറ്റി പഠിക്കണം. ഇതാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാട്. ആ നിലപാട് കേരളത്തിൽ നടക്കില്ല എന്നുള്ള വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.